സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഹലോ വെൽക്കം ടു CC ബാങ്ക്. CC ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി അല്ലേ. ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തെ പരിശീലനം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം ഇനി പരീക്ഷ വരാനുള്ള സമയവും സാഹചര്യമൊക്കെ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ച് കാലയളവ് പിടിക്കും ഇനിയൊരു എക്സാം വരാൻ. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇപ്പൊ തന്നെ മാക്സിമം സ്കോർ ചെയ്യാമെന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം അതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അവസാന വട്ടത്തിലുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, നല്ലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താ, നല്ലൊരു മാർക്കാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾ മുന്നോട്ട് കുതിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിന് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മളെ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളെ CC ബാങ്കില് കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മളെ ബൂസ്റ്റർ. അപ്പൊ ഈ ബൂസ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ബൂസ്റ്ററിന്റെ ടൈം ടേബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ പറയുന്നത്. നോക്കിയേ, ഇവിടെ നമ്മൾ 10 ദിവസമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 ദിവസം ഓരോ മണിക്കൂർ, അതായത് 10 ദിവസം എന്ന് പറയും 10 ദിവസത്തിൽ 2 മണിക്കൂർ വീതം ഓരോരോ സബ്ജക്റ്റിന്റെയും എന്താണ് MCQ സെഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അപ്പോ 9-ാം തീയതി ആരംഭിക്കുന്ന നമ്മളെ സെഷൻ, 9-ാം തീയതി ആരംഭിക്കുന്ന 9-ാം തീയതി ഒന്നാമത്തെ ദിവസം എന്താണ്, യൂണിറ്റ് 1 അക്കൗണ്ടിങ് ആണ്. 10-ാം തീയതി എന്താണ്, യൂണിറ്റ് 3 ആണ്. 11-ാം തീയതി യൂണിറ്റ് 2 ആണ് വരുന്നത്. പിന്നെ 12, 13, 4, 5 ഓരോരോ മൊഡ്യൂളുകൾ വരുന്നുണ്ട്. കൂടാതെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മോഡൽ എക്സാമുകളും കൊടുത്തിട്ടുണ്ട് അല്ലെ. മോഡൽ എക്സാമുകളും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന 2-3 ദിവസം എന്താണ്, നമ്മളെ വെക്കേഷൻ ആണ് അല്ലെ, നമ്മളെ വിഷു വെക്കേഷൻ ആണ്. അതിനുശേഷം കൃത്യമായിട്ട് ഓരോരോ മൊഡ്യൂളുകളും കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് കൃത്യമായ ഇടവേളകളിൽ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബൂസ്റ്ററിന്റെ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷൻ എടുത്തുകൊണ്ട് എക്സാം എടുത്തുകൊണ്ട് എല്ലാ ദിവസവും 2 മണിക്കൂർ വീതം ലൈവ് സെഷനോട് കൂടിയാണ് നമ്മളെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൽ നമുക്കറിയാം കൃത്യമായിട്ട് ഓരോരോ യൂണിറ്റും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ആ ഒരു മൊഡ്യൂളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കാൻ സാഹചര്യമുള്ള എല്ലാ ഏരിയയും എടുത്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരുപാട് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എടുത്തുകൊണ്ട് അതിൽ നിന്നും ഉണ്ടാവുന്ന MCQകളാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവസാനഘട്ട പ്രിപ്പറേഷൻ എളുപ്പമാക്കാനും നല്ലൊരു മാർക്ക്, അതായത് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്നും നിങ്ങളെ ഉയർത്തിക്കൊണ്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ബൂസ്റ്റർ ബാച്ച് നമ്മൾ 9-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 ദിവസം 20 മണിക്കൂറാണ് നമ്മളെ ബൂസ്റ്റർ ബാച്ച്. അപ്പൊ ഈ ഒരു ബൂസ്റ്റർ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, അവസാനഘട്ട പ്രിപ്പറേഷൻ ആണ്. ഇനി മറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷനിന് വേണ്ടി മാത്രമായി മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. നല്ല രീതിയിൽ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കൂടാതെ നമ്മളെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജിന്റെയും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം താഴെ കൊടുക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയ അപ്ഡേഷനായിട്ടും അതേപോലെ പുതിയ MCQ സെഷനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.